ഹലോ ഫ്രണ്ട്സ്, ശബാത്ത് ഷലോം. ശബാത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ? ഇസ്രായേലരുടെ ശബാത്ത് എന്ന് വെച്ചാൽ വിശുദ്ധ വിശ്രമ ദിനം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അന്ന് അവർ പ്രാർത്ഥനയിലായിരിക്കും. ഫോൺ, TV, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെയുള്ളൊന്നും ഉപയോഗിക്കത്തില്ല. പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു ദിവസമാണ് ശബാത്ത്. അപ്പോൾ ഇന്ന് ഈ ശബാത്ത് ദിനത്തിൽ ഞാൻ ഒരു ബൈബിൾ ബേസ്ഡ് റീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. നമ്മൾ ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് ചെറിയൊരു വചനപ്രഘോഷങ്ങൾ നടത്തുന്നത് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ? ഇതിൻ്റെ പേര് അഫാർസ ലെമോൺ എന്നാണ്. എൻ്റെ ആബ എന്ന് പറയുന്നത് അഫർസെമോൺ എന്നാണ്. ശരിക്കും ഇതിൻ്റെ പേര് അഫാർസ ലെമോൺ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ദൈവം ആദത്തോടും ഹവ്വയോടും ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു കൽപ്പന പറയുന്നുണ്ട്. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. വിശുദ്ധ ബൈബിളിൽ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരു കൽപ്പന മാത്രമായിട്ടാണ്. ഈ പഴത്തിൻ്റെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ബൈബിളിൽ. അപ്പോൾ ജൂയിഷ് പാരമ്പര്യ സാധ്യതകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് അത്തിവൃക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ജൂയിഷ് പാരമ്പര്യ സാധ്യതകൾ അങ്ങനെ പറയുന്നതിൻ്റെ പൊരുൾ ഇതാവാം. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു, അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. അതാവാം ജൂയിഷ് പാരമ്പര്യം അങ്ങനെ പറയാനുള്ള കാരണം. പലയിടങ്ങളിലും പലതും കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരാണ്. എന്നാൽ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ കുറച്ച് മലയാളികളാണ് കേട്ടോ. ഇത് മലയാളികളിൽ പൊതുവെ പറയപ്പെടുന്നൊരു കാര്യമാണ്. ഈ പഴമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആ ഫലവൃക്ഷം. പക്ഷേ ആ ഒരു കണ്ടുപിടുത്തത്തിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നാളെ ഒരാൾ വന്നിട്ട് ആപ്പിളാണ് ആ പഴം എന്ന് പറഞ്ഞാലും അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൽ ഇത് കറക്റ്റായിട്ട് എവിടെയും വ്യാഖ്യാനിച്ചിട്ടില്ല, എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആര് പറയുന്നത് വിശ്വസിക്കേണ്ടതായി വരും. എന്തൊക്കെ പറഞ്ഞാലും അഗ്വാനിയ, തക്കാളിയുടെ ആകൃതിയിൽ ഇരിക്കുന്ന ഈ പഴത്തിന് നല്ല ടേസ്റ്റും നല്ല മധുരവുമാണ്. എന്തുമാവട്ടെ, വിശുദ്ധ ബൈബിളിൽ തന്നെ സർപ്പമാവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ആരോടും ഈ പഴം കഴിക്കണമെന്ന് ഞാൻ പ്രേരിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു. അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക കേട്ടല്ലോ. ബൈ. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ.